CPI കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനും പാർട്ടി മന്ത്രിമാർക്കും രൂക്ഷ വിമർശനം. പ്രവർത്തന റിപ്പോർട്ടിന്മേൽ നടന്ന ചർച്ചയിലാണ് പ്രതിനിധികൾ ആഞ്ഞടിച്ചത്. ബിനോയ് ദുർബലനായ സെക്രട്ടറിയാണെന്നും നിലപാടുകളിൽ വ്യക്തതയില്ല എന്നും കുന്നിക്കോട്ട് നിന്നുള്ള പ്രതിനിധി പറഞ്ഞു. പാർട്ടിക്ക് രാജ്യസഭാ സീറ്റ് ലഭിച്ചപ്പോൾ CPMന്റെ ഔദാര്യമാണെന്നാണ് പാർട്ടി സെക്രട്ടറി പറഞ്ഞത്. ഇത് പ്രവർത്തകർക്ക് അപമാനമുണ്ടാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടിയുടെ 4 മന്ത്രിമാരും പരാജയമാണ്. അവർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണുമ്പോൾ മുട്ടുവിറയ്ക്കും. മാവേലി സ്റ്റോറുകൾ പൂച്ചയുടെ പ്രസവമുറികളായെന്ന് കുന്നത്തൂരിൽ നിന്നുള്ള പ്രതിനിധിയും പറഞ്ഞു. മാവേലി സ്റ്റോറുകളിൽ പാറ്റകൾ പോലും പട്ടിണിയാണെന്ന് കൊല്ലം ഈസ്റ്റിൽ നിന്നുള്ള പ്രതിനിധിയും പരിഹസിച്ചു. കേരള ഭരണത്തിൽ പിണറായി വിജയന്റെ ഏകാധിപത്യമാണ് കാണുന്നത്. CPI മന്ത്രിമാർ സ്തുതിപാഠകരായി അധപ്പതിച്ചിരിക്കുകയാണ്. നവകേരള സദസ്സ് മുഖ്യമന്ത്രിയെ പുകഴ്ത്തുന്നതിന് മാത്രമുള്ള വേദിയാക്കി CPI മന്ത്രിമാർ ഉപയോഗിച്ചുവെന്നും കുന്നത്തൂരിൽ മുഖ്യമന്ത്രി എത്തിയപ്പോൾ നവകേരളത്തിന്റെ ശില്പി വരുന്നുവെന്ന് CPIയുടെ മന്ത്രി മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞുവെന്നും പറയുന്നുണ്ട്. നവകേരള ശില്പി C അച്യുതമേനോനാണെന്നാണ് ഞങ്ങളുടെ നിലപാട്. കൂടുതൽ ഭംഗിയായി സ്തുതി പറയുന്നവർ കേമന്മാർ എന്ന നിലയിലുള്ള മത്സരമാണ് നവകേരള സദസ്സിൽ കണ്ടതെന്നും വിമർശനമുയർന്നു. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കണമെന്ന പാർട്ടി നിലപാടിനെ പറ്റി ജില്ലാ സെക്രട്ടറിയുടെ റിപ്പോർട്ടിൽ ഒന്നും പറയുന്നില്ലെന്നും വിമർശനമുയർന്നിരുന്നു. 20 മണ്ഡലം കമ്മിറ്റികളിൽ 11 ഇടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുടെ ചർച്ച പൂർത്തിയായി. പ്രവർത്തന റിപ്പോർട്ടിന്മേൽ CPM മന്ത്രിമാരുടെ വകുപ്പുകൾ പ്രത്യേകം പരാമർശിച്ചപ്പോൾ ജില്ലയിൽ നിന്നുള്ള CPI മന്ത്രിയായ J. ചിഞ്ചുറാണിയുടെ വകുപ്പുകളെ പറ്റി പ്രത്യേക പരാമർശമുണ്ടായില്ല. ധനമന്ത്രി KN ബാലഗോപാലിനെ വിമർശിക്കുന്ന പ്രവർത്തന റിപ്പോർട്ടിൽ CPI പ്രാദേശിക നേതൃത്വവുമായി സ്വരച്ചേർച്ചയിലില്ലാത്ത KB ഗണേഷ് കുമാറിനെ വിമർശിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. CPI ഭരിക്കുന്ന വകുപ്പുകളിൽ മന്ത്രി GR അനിലിന്റെ ഭക്ഷ്യവകുപ്പിനെതിരെയാണ് രൂക്ഷ വിമർശനം ഏറ്റുവാങ്ങിയത്. സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളിലും മാവേലി സ്റ്റോറുകളിലും പാറ്റകളും എലികളും പോലും പട്ടിണി കിടക്കുകയാണെന്നും കരണ്ട് തിന്നാൻ പോലും അവിടെ ഒന്നുമില്ല എന്നുമാണ് ഭക്ഷ്യവകുപ്പിനെതിരെ ഉയർന്ന ഒരു വിമർശനം. അതേസമയം P. പ്രസാദ് ഭരിക്കുന്ന കൃഷി വകുപ്പിനെതിരെയും പൊതുചർച്ചയിൽ വിമർശനമുയർന്നു. ജനങ്ങൾക്ക് വില കുറച്ച് പച്ചക്കറി നൽകേണ്ട ഹോർട്ടികോപ്പ് തകർന്ന് തരിപ്പണമായി കിടക്കുകയാണെന്നാണ് കൃഷി വകുപ്പിനെതിരെ ഉയർന്ന വിമർശനം. ഹോർട്ടികോർപ്പിലെ ഭരണാധികാരികൾക്കും ഉദ്യോഗസ്ഥർക്കും കറങ്ങി നടക്കാനും നാട് ചുറ്റാനും AC കാറുകളുണ്ട്. എന്നാൽ ഹോർട്ടികോർപ്പിന്റെ സ്റ്റാളുകളിൽ പോയി പച്ചക്കറി കണ്ടുപിടിക്കലാണ് പ്രയാസമെന്നും പ്രതിനിധികൾ വിമർശിച്ചു. മുഖ്യമന്ത്രിക്കും പാർട്ടി മന്ത്രിമാർക്കുമെതിരെ വിമർശനത്തിന്റെ വേലിയേറ്റമാണ് ജില്ലാ സമ്മേളനത്തിന്റെ ആദ്യ ദിനം നടന്നത്. മുഖ്യമന്ത്രിയെ പുകഴ്ത്തി എന്നത് ഒഴിച്ചു നിർത്തിയാൽ റവന്യൂ മന്ത്രി K. രാജനാണ് ഏറ്റവും കുറച്ച് വിമർശനമേറ്റത്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെയും പൊതുചർച്ചയിൽ ശക്തമായ വിമർശനമുയർന്നു. ബിനോയ് വിശ്വത്തിന്റെ നിലപാടുകളിലും പ്രതികരണങ്ങളിലും വ്യക്തതയില്ല എന്നതാണ് പ്രതിനിധികൾ ഉന്നയിച്ച പ്രധാന വിമർശനം. പ്രസ്താവനകളിലും പ്രതികരണങ്ങളിലും വ്യക്തത വരുത്താൻ സംസ്ഥാന സെക്രട്ടറിക്ക് കഴിയുന്നില്ല എന്ന് പ്രതിനിധികൾ കുറ്റപ്പെടുത്തി. ജില്ലാ സെക്രട്ടറിയുടെ ഏകപക്ഷീയമായ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് പാർട്ടിയിലെ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് രാജിവെച്ചവരെ സംരക്ഷിച്ച് കൂടെ നിർത്തുമെന്ന ബിനോയ് വിശ്വത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിലെ പരാമർശം കൂടി തെളിവായി ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു വിമർശനം.